നമ്മുടെ മുണ്ടക്കയത്ത് ഇർഷാദി എന്ന സ്ഥാപനത്തിന്റെ എല്ലാമായ ഇവിടുത്തെ എല്ലാ പരിപാടിയിലും നല്ല രൂപത്തിൽ സഹകരിക്കുകയും സഹായിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെയായി കൂടെ നിൽക്കുന്നു. മാത്രമല്ല ഇർഷാദിയുടെ ഷൂറ അംഗമായ, മാത്രമല്ല നമ്മുടെ ബദരിയത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തിരുന്ന പ്രിയപ്പെട്ട ഫരീദ് ഹാജി, അവര് കഴിഞ്ഞ ഉംറയ്ക്ക് വേണ്ടി നമ്മുടെ സ്ഥാപനത്തിന്റെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടന ദിവസം തന്നെയാണ് അവര് പിറ്റേ ദിവസമാണ് ഉംറയ്ക്ക് പോകുന്നത്. അങ്ങനെ ഉംറയ്ക്ക് പുറപ്പെട്ടു. ഇന്നലെ മദീനയിൽ വെച്ച് ആ പ്രിയപ്പെട്ട ഫരീദ് ഹാജി ഇവിടെ പറഞ്ഞു, അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. വലിയൊരു ഭാഗ്യമുള്ള ആളാണ്. എപ്പോഴും സലാത്ത് ചെല്ലുന്നവരാണ്. ധാരാളം സലാത്ത് എന്നിട്ട് ഉസ്താദ് ഇത്ര സലാത്ത് ചെല്ലിയിട്ടുണ്ട്, ദുആ ചെയ്യണമെന്നൊക്കെ വിളിച്ചപ്പോഴും പറയാറുണ്ട്. നമ്മുടെ മജ്‌ലിസിൽ അധിക ദിവസം ഉണ്ടാകാറാണ്. എല്ലാ ദിവസവും ഓൺലൈനിലൂടെ നടക്കുന്ന ഈ സദസ്സ് കാണുന്ന ആളാണ്, നമ്മുടെ മജ്‌ലിസിലുള്ള ആളാണ്. അവർ മദീനയിൽ വെച്ച് ഇന്നലെ വിട പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. നല്ലൊരു മരണം വെള്ളിയാഴ്ച രാവിലെ ഇന്നലെ മദീനയിൽ വെച്ച് അല്ലെ, വലിയ ഭാഗ്യമുള്ളവരാണ്. അല്ലാഹു അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം കൊടുക്കുമാറാവട്ടെ, ക്ഷമ കൊടുക്കുമാറാവട്ടെ. മുണ്ടക്കയത്തെ പൊതുപ്രവർത്തന രംഗത്തും അതുപോലെ എല്ലാ മേഖലയിലും സജീവ സാന്നിധ്യമായിരുന്നവരാണ്. അല്ലാഹുവേ, നീ അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്. സ്വർഗ്ഗലോകത്ത് ഞങ്ങളെ അവരെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഇൻഷാഅല്ലാഹ് അവർക്ക് വേണ്ടി നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ളവരും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ളവരും മജ്‌ലിസ് കാണുന്നവർക്ക് കുറച്ച് ദിക്ർ ചെല്ലണം. ഇൻഷാഅല്ലാഹ് നമുക്ക് പ്രത്യേകം അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാഅല്ലാഹ് നാളെ ഒരു ദിവസം നമ്മളും മരിക്കും. അപ്പൊ നമുക്ക് വേണ്ടി ഇതുപോലെ ദിക്റും ദുആ ഒക്കെ ചെയ്യാൻ മുഅ്മിനീങ്ങൾ ഉണ്ടാവണം. അതിനാണ് ഇത്തരത്തിലുള്ള മജ്‌ലിസുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇരുലോക വിജയം തന്ന് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആ പ്രിയപ്പെട്ട ഫരീദ് ഹാജിയുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാവട്ടെ.